ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ ഷിബു ജെയിംസ്. സാമീഡിയ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം. 2025 ലോഗോസിന്റെ പഠനമാണ് ഈ ചാനലിലൂടെ നടത്തപ്പെടുന്നത്. ഇത് ചോദ്യോത്തരങ്ങളുടെ ലൂക്കായുടെ സുവിശേഷം 20-ാം അധ്യായത്തിലെ 2-ാമത്തെ വീഡിയോയാണ്. ഇതിനു സമാന്തരമായി തന്നെ മോക്ക് ടെസ്റ്റുകളും നടത്തുന്നുണ്ട്. മോക്ക് ടെസ്റ്റിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ എത്രയും വേഗം രജിസ്ട്രേഷൻ ഫീസ് അടയ്ക്കേണ്ടതാണ്. നമ്മുടെ പഠന സഹായി പുസ്തകം തയ്യാറായിട്ടുണ്ട്. ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. 5 പുസ്തകം ഒന്നിച്ച് വാങ്ങുന്നവർക്ക് ഒരു പുസ്തകം സൗജന്യമായി നൽകുന്നതാണ്. സൺഡേ സ്കൂൾ പഠിക്കുന്ന കുട്ടികളോ നിങ്ങൾ ഒന്നിച്ച് പഠിക്കുന്ന ആളുകളോ ചേർന്ന് ഒന്നിച്ച് പുസ്തകം ഓർഡർ ചെയ്താൽ ഒരു പുസ്തകം സൗജന്യമായി നൽകുന്നതായിരിക്കും. ഒന്നാമത്തെ ചോദ്യം, ലൂക്കായുടെ സുവിശേഷം 20-ാം അധ്യായത്തിലെ 4-ാമത്തെ തലക്കെട്ട് പുനരുത്ഥാനത്തെക്കുറിച്ച് വിവാദം. 2, പുനരുത്ഥാനം നിഷേധിക്കുന്നത് ആര്? സദുക്കായർ. 3, ഗുരു ഒരാളുടെ വിവാഹിതനായ സഹോദരൻ സന്താനമില്ലാതെ മരിച്ചാൽ അവൻ ആ സഹോദരന്റെ വിധവയെ സ്വീകരിച്ച് അവനു വേണ്ടി സന്താനത്തെ ഉൽപ്പാദിപ്പിക്കണമെന്ന് മോശ കൽപ്പിച്ചിട്ടുണ്ട്. ഇപ്രകാരം യേശുവിനോട് പറഞ്ഞതാര്? പുനരുത്ഥാനം നിഷേധിക്കുന്ന സദുക്കായരിൽ ചിലർ. 4, സദുക്കായരിൽ ചിലർ യേശുവിനെ സംബോധന ചെയ്യുന്നത് എന്ത്? ഗുരു. 5, ആര് സന്താനമില്ലാതെ മരിച്ചാൽ അവന്റെ സഹോദരൻ അവന്റെ വിധവയെ സ്വീകരിച്ച് അവനു വേണ്ടി സന്താനത്തെ ഉൽപ്പാദിപ്പിക്കണം എന്ന് മോശ കൽപ്പിച്ചിട്ടുണ്ട് എന്നാണ് സദുക്കായർ യേശുവിനോട് പറഞ്ഞത്? ഒരാളുടെ വിവാഹിതനായ സഹോദരൻ. 6, ഒരാളുടെ വിവാഹിതനായ സഹോദരൻ എങ്ങനെ മരിച്ചാലാണ് അവന്റെ സഹോദരൻ അവന്റെ വിധവയെ സ്വീകരിക്കുകയും അവനു വേണ്ടി സന്താനത്തെ ഉൽപ്പാദിപ്പിക്കുകയും ചെയ്യണമെന്ന് മോശ കൽപ്പിച്ചിരിക്കുന്നത്? സന്താനമില്ലാതെ മരിച്ചാൽ. 7, ഒരാളുടെ വിവാഹിതനായ സഹോദരൻ സന്താനമില്ലാതെ മരിച്ചാൽ അവൻ ആ സഹോദരന്റെ വിധവയെ സ്വീകരിച്ച് അവനു വേണ്ടി സന്താനത്തെ ഉൽപ്പാദിപ്പിക്കണമെന്ന് ആരാണ് കൽപ്പിച്ചിട്ടുള്ളത്? മോശ. 8, എവിടെ 7 സഹോദരന്മാർ ഉണ്ടായിരുന്നു എന്നാണ് സദുക്കായരിൽ ചിലർ യേശുവിനോട് പറയുന്നത്? ഒരിടത്ത്. 9, 7 സഹോദരന്മാരിൽ ആരാണ് ഒരുവേള വിവാഹം ചെയ്തത്? ഒന്നാമൻ. 10, 7 സഹോദരന്മാരിൽ ഒരുവേള വിവാഹം ചെയ്ത ഒന്നാമന് സംഭവിച്ചതെന്ത്? അവൻ സന്താനമില്ലാതെ മരിച്ചു. 11, ഒന്നാമൻ ഒരുവേള വിവാഹം ചെയ്ത് അവൻ സന്താനമില്ലാതെ മരിച്ചു. അനന്തരം ഡാഷ് ലൂക്ക 20:30 പ്രകാരം പൂരിപ്പിക്കുക. രണ്ടാമനും. 12, ഒന്നാമൻ ഒരുവേള വിവാഹം ചെയ്തു അവൻ സന്താനമില്ലാതെ മരിച്ചു. അനന്തരം രണ്ടാമനും പിന്നെ മൂന്നാമനും. അങ്ങനെ എത്ര പേർ അവളെ ഭാര്യയായി സ്വീകരിച്ചു എന്നാണ് പറയുന്നത്? 7 പേരും. 13, 7 പേരും എങ്ങനെ മരിച്ചു എന്നാണ് പറഞ്ഞിരിക്കുന്നത്? സന്താനമില്ലാതെ. 14, അവസാനം ആ സ്ത്രീക്ക് സംഭവിച്ചതെന്ത്? ആ സ്ത്രീയും മരിച്ചു. 15, അവസാനം ആ സ്ത്രീയും മരിച്ചു എന്ന് പറഞ്ഞതിനെ തുടർന്ന് യേശുവിനോട് സദുക്കായർ ചോദിക്കുന്ന ചോദ്യമെന്ത്? പുനരുത്ഥാനത്തിൽ അവൾ അവരിൽ ആരുടെ ഭാര്യയായിരിക്കും? 16, പുനരുത്ഥാനത്തിൽ അവൾ അവരിൽ ആരുടെ ഭാര്യയായിരിക്കുമെന്ന് സദുക്കായർ ചോദിക്കാൻ കാരണമെന്ത്? അവൾ 7 പേരുടെയും ഭാര്യയായിരുന്നല്ലോ, അതുകൊണ്ട്. 17, പുനരുത്ഥാനത്തിൽ അവൾ അവരിൽ ആരുടെ ഭാര്യയായിരിക്കും? അവൾ 7 പേരുടെയും ഭാര്യയായിരുന്നല്ലോ എന്ന് പറഞ്ഞ സദുക്കായരോട് യേശു പറഞ്ഞ മറുപടി എന്ത്? ഈ യുഗത്തിന്റെ സന്താനങ്ങൾ വിവാഹം ചെയ്യുകയും ചെയ്തു കൊടുക്കുകയും ചെയ്യുന്നു. എന്നാൽ വരാനിരിക്കുന്ന യുഗത്തെ പ്രാപിക്കുന്നതിനും മരിച്ചവരിൽ നിന്ന് ഉയർക്കുന്നതിനും യോഗ്യരായവർ വിവാഹം ചെയ്യുകയോ ചെയ്തു കൊടുക്കുകയോ ഇല്ല. 18, ഈ യുഗത്തിന്റെ സന്താനങ്ങൾ ചെയ്യുന്നതായി യേശു പറയുന്നത് എന്തെല്ലാം? വിവാഹം ചെയ്യുകയും ചെയ്തു കൊടുക്കുകയും ചെയ്യുന്നു. 19, ആര് വിവാഹം ചെയ്യുകയും ചെയ്തു കൊടുക്കുകയും ചെയ്യുന്നു എന്നാണ് യേശു പറയുന്നത്? ഈ യുഗത്തിന്റെ സന്താനങ്ങൾ. 20, ആര് വിവാഹം ചെയ്യുകയോ ചെയ്തു കൊടുക്കുകയോ ഇല്ല എന്നാണ് യേശു പറയുന്നത്? വരാനിരിക്കുന്ന യുഗത്തെ പ്രാപിക്കുന്നതിനും മരിച്ചവരിൽ നിന്ന് ഉയർക്കുന്നതിനും യോഗ്യരായവർ. 21, പുനരുത്ഥാനത്തിന്റെ മക്കൾ എന്ന നിലയിൽ
അവർ ആർക്ക് തുല്യരും ദൈവമക്കളും ആണെന്നാണ് യേശു പറയുന്നത്? ദൈവദൂതന്മാർക്ക്. 22 പുനരുത്ഥാനത്തിന്റെ മക്കൾ എന്ന നിലയിൽ അവർ ദൈവദൂതന്മാർക്ക് തുല്യരും ആരുമാണെന്നാണ് യേശു പറയുന്നത്? ദൈവമക്കളുമാണ്. 23 പുനരുത്ഥാനത്തിന്റെ മക്കൾ എന്ന നിലയിൽ അവർ ദൈവദൂതന്മാർക്ക് തുല്യരും ദൈവമക്കളുമാണ്. ആകയാൽ അവർക്കിനി എന്ത് സാധിക്കുകയില്ല എന്നാണ് യേശു പറയുന്നത്? മരിക്കാൻ. 24 അവർക്കിനി മരിക്കാൻ സാധിക്കുകയില്ല എന്ന് യേശു പറഞ്ഞതിന്റെ കാരണമെന്ത്? പുനരുത്ഥാനത്തിന്റെ മക്കൾ എന്ന നിലയിൽ അവർ ദൈവദൂതന്മാർക്ക് തുല്യരും ദൈവമക്കളും ആയതുകൊണ്ട്. 25 മരിച്ചവർ ഉയർക്കുമെന്ന് കാണിച്ചു തന്നിട്ടുള്ളതാര്? മോശ. 26 മരിച്ചവർ ഉയർക്കുമെന്ന് മോശ പോലും കാണിച്ചു തന്നിട്ടുള്ളത് എങ്ങനെ? മുൾപ്പടർപ്പിങ്കൽ വച്ച് കർത്താവിനെ അബ്രഹാത്തിന്റെ ദൈവമെന്നും ഇസഹാക്കിന്റെ ദൈവമെന്നും യാക്കോബിന്റെ ദൈവമെന്നും വിളിച്ചുകൊണ്ട്. 27 എവിടെ വച്ചാണ് മോശ കർത്താവിനെ അബ്രഹാത്തിന്റെ ദൈവമെന്നും ഇസഹാക്കിന്റെ ദൈവമെന്നും യാക്കോബിന്റെ ദൈവമെന്നും വിളിച്ചത്? മുൾപ്പടർപ്പിങ്കൽ. 28 മുൾപ്പടർപ്പിങ്കൽ വച്ച് ആരെയാണ് മോശ അബ്രഹാത്തിന്റെ ദൈവമെന്നും ഇസഹാക്കിന്റെ ദൈവമെന്നും യാക്കോബിന്റെ ദൈവമെന്നും വിളിച്ചത്? കർത്താവിനെ. 29 മുൾപ്പടർപ്പിങ്കൽ വച്ച് കർത്താവിനെ മോശ എന്താണ് വിളിച്ചത്? അബ്രഹാത്തിന്റെ ദൈവമെന്നും ഇസഹാക്കിന്റെ ദൈവമെന്നും യാക്കോബിന്റെ ദൈവമെന്നും. 30 അവിടുന്ന് മരിച്ചവരുടെ അല്ല, പിന്നെ ആരുടെ ദൈവമാണ്? ജീവിക്കുന്നവരുടെ. 31 അവിടുന്ന് ആരുടെ ദൈവമല്ല? മരിച്ചവരുടെ. 32 അവിടുത്തേക്ക് എല്ലാവരും ആരു തന്നെയാണ്? ജീവിക്കുന്നവർ തന്നെ. 33 ഗുരു നീ ശരിയായി സംസാരിക്കുന്നു എന്ന് പറഞ്ഞതാര്? നിയമജ്ഞരിൽ ചിലർ. 34 ലൂക്ക 20:39 പ്രകാരം നിയമജ്ഞരിൽ ചിലർ യേശുവിനെ സംബോധന ചെയ്യുന്നത് എന്ത്? ഗുരു. 35 നിയമജ്ഞരിൽ ചിലർ യേശുവിനെ ഗുരു എന്ന് സംബോധന ചെയ്തുകൊണ്ട് പറഞ്ഞതെന്ത്? നീ ശരിയായി സംസാരിക്കുന്നു. 36 ഗുരു നീ ശരിയായി സംസാരിക്കുന്നു എന്ന് പറഞ്ഞ നിയമജ്ഞരിൽ ചിലർ പിന്നീട് മുതിരാതിരുന്നത് എന്ത്? അവനോട് എന്തെങ്കിലും ചോദിക്കാൻ. 37 പിന്നീട് അവനോട് എന്തെങ്കിലും ചോദിക്കാൻ മുതിരാതിരുന്നതാര്? നിയമജ്ഞരിൽ ചിലർ. 38 ലൂക്ക 20-ാം അധ്യായത്തിന്റെ 5-ാമത്തെ തലക്കെട്ട് ക്രിസ്തു ദാവീദിന്റെ പുത്രൻ. 39 അപ്പോൾ അവൻ അവരോട് ചോദിച്ചു, ക്രിസ്തു ദാവീദിന്റെ പുത്രനാണെന്ന് പറയാൻ എങ്ങനെ കഴിയും? ആര് ആരോട് എപ്പോൾ ചോദിച്ചു? യേശു നിയമജ്ഞരിൽ ചിലരോട് ഗുരു നീ ശരിയായി സംസാരിക്കുന്നു എന്ന് പറഞ്ഞ് അവനോട് എന്തെങ്കിലും ചോദിക്കാൻ പിന്നീട് അവർ മുതിരാതിരുന്നപ്പോൾ. 40 അപ്പോൾ അവൻ അവരോട് ചോദിച്ചത് എന്ത്? ക്രിസ്തു ദാവീദിന്റെ പുത്രനാണ് എന്ന് പറയാൻ എങ്ങനെ കഴിയും? 41 ദാവീദു തന്നെയും സങ്കീർത്തന പുസ്തകത്തിൽ പറയുന്നതായി യേശു പറയുന്നത് എന്ത്? കർത്താവ് എൻ്റെ കർത്താവിനോട് അരുൾ ചെയ്തു, ഞാൻ നിന്റെ ശത്രുക്കളെ നിനക്ക് പാദപീഠമാക്കുവോളം നീ എൻ്റെ വലതുഭാഗത്ത് ഇരിക്കുക. 42 കർത്താവ് എൻ്റെ കർത്താവിനോട് അരുൾ ചെയ്തു, ഞാൻ നിന്റെ ശത്രുക്കളെ നിനക്ക് പാദപീഠമാക്കുവോളം നീ എൻ്റെ വലതുഭാഗത്ത് ഇരിക്കുക. ഇത് എവിടെ കാണുന്നു? സങ്കീർത്തന പുസ്തകത്തിൽ. 43 കർത്താവ് എൻ്റെ കർത്താവിനോട് അരുൾ ചെയ്തു, ഞാൻ നിന്റെ ശത്രുക്കളെ നിനക്ക് പാദപീഠമാക്കുവോളം നീ എൻ്റെ വലതുഭാഗത്ത് ഇരിക്കുക. സങ്കീർത്തന പുസ്തകത്തിൽ ഇപ്രകാരം പറഞ്ഞിരിക്കുന്നത് ആര്? ദാവീദ്. 44 കർത്താവ് എൻ്റെ കർത്താവിനോട് എന്ത് അരുൾ ചെയ്തു എന്നാണ് ദാവീദ് സങ്കീർത്തന പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത്? ഞാൻ നിന്റെ ശത്രുക്കളെ നിനക്ക് പാദപീഠമാക്കുവോളം നീ എൻ്റെ വലതുഭാഗത്ത് ഇരിക്കുക. 45 ഞാൻ നിന്റെ ശത്രുക്കളെ നിനക്ക് പാദപീഠമാക്കുവോളം നീ എൻ്റെ എവിടെയിരിക്കുക എന്ന് കർത്താവ് എൻ്റെ കർത്താവിനോട് അരുൾ ചെയ്തു എന്നാണ് ദാവീദ് പറഞ്ഞിരിക്കുന്നത്? വലതുഭാഗത്ത്. 46 ആര് അവനെ കർത്താവേ എന്ന് വിളിക്കുന്നു എന്നാണ് യേശു പറയുന്നത്? ദാവീദ്. 47 ദാവീദ് അവനെ കർത്താവ് എന്ന് വിളിക്കുന്നു. പിന്നെ എങ്ങനെയാണ് അവൻ ദാവീദിന്റെ ആരാകുന്നത് എന്നാണ് യേശു ചോദിക്കുന്നത്? പുത്രനാകുന്നത്. 48 ലൂക്കായുടെ സുവിശേഷം 20-ാം അധ്യായത്തിന്റെ 6-ാമത്തെ തലക്കെട്ട് നിയമജ്ഞരുടെ കപട ജീവിതം. 49 നിയമജ്ഞരെ സൂക്ഷിച്ചുകൊള്ളുവിൻ എന്ന് യേശു
ശിഷ്യന്മാരോട് പറഞ്ഞതെപ്പോൾ? സകല മനുഷ്യരും കേൾക്കെ. 50 സകല മനുഷ്യരും കേൾക്കെ യേശു ശിഷ്യരോട് പറഞ്ഞതെന്ത്? നിയമജ്ഞരെ സൂക്ഷിച്ചുകൊള്ളുവിൻ. 51 നിയമജ്ഞർ എന്തു ധരിച്ചു നടക്കാനാണ് ആഗ്രഹിക്കുന്നത്? നീണ്ട മേലങ്കികൾ. 52 നീണ്ട മേലങ്കികൾ ധരിച്ചു നടക്കാൻ ആഗ്രഹിക്കുന്നത് ആര്? നിയമജ്ഞർ. 53 നിയമജ്ഞർ അഭിവാദനം ആഗ്രഹിക്കുന്നത് എവിടെ? പൊതുസ്ഥലങ്ങളിൽ. 54 നിയമജ്ഞർ പൊതുസ്ഥലങ്ങളിൽ ആഗ്രഹിക്കുന്നത് എന്ത്? അഭിവാദനം. 55 നിയമജ്ഞർ പ്രമുഖ സ്ഥാനങ്ങൾ ആഗ്രഹിക്കുന്നത് എവിടെ? സിനഗോഗുകളിൽ. 56 നിയമജ്ഞർ സിനഗോഗുകളിൽ ആഗ്രഹിക്കുന്നത് എന്ത്? പ്രമുഖ സ്ഥാനങ്ങൾ. 57 നിയമജ്ഞർ വിരുന്നുകളിൽ ആഗ്രഹിക്കുന്നത് എന്ത്? അഗ്രാസനങ്ങളും ലഭിക്കാൻ. 58 നിയമജ്ഞർ അഗ്രാസനങ്ങൾ ലഭിക്കാൻ ആഗ്രഹിക്കുന്നത് എവിടെ? വിരുന്നുകളിൽ. 59 നിയമജ്ഞർ ആരുടെ ഭവനങ്ങളാണ് വിഴുങ്ങുന്നത്? വിധവകളുടെ. 60 നിയമജ്ഞർ വിധവകളുടെ ഭവനങ്ങൾ എന്തു ചെയ്യുന്നു എന്നാണ് യേശു പറയുന്നത്? വിഴുങ്ങുന്നു. 61 നിയമജ്ഞർ എന്താണ് നടിക്കുന്നത്? ദീർഘമായി പ്രാർത്ഥിക്കുന്നതായി. 62 ദീർഘമായി പ്രാർത്ഥിക്കുന്നതായി നടിക്കുന്നതാര്? നിയമജ്ഞർ. 63 നിയമജ്ഞർക്ക് ലഭിക്കുന്നത് എന്ത്? കൂടുതൽ കഠിനമായ ശിക്ഷാവിധി. 64 കൂടുതൽ കഠിനമായ ശിക്ഷാവിധി ലഭിക്കുന്നത് ആർക്ക്? വിധവകളുടെ ഭവനങ്ങൾ വിഴുങ്ങുകയും ദീർഘമായി പ്രാർത്ഥിക്കുന്നതായി നടിക്കുകയും ചെയ്യുന്ന നിയമജ്ഞർക്ക്. ഇങ്ങനെ 64 ചോദ്യങ്ങളാണ് ലൂക്കായുടെ സുവിശേഷം 20-ാം അധ്യായത്തിന്റെ 2-ാം ഭാഗത്ത് തയ്യാറാക്കിയിട്ടുള്ളത്. 4 അധ്യായം കൂടിയാകുമ്പോൾ ലൂക്കായുടെ സുവിശേഷം പൂർണ്ണമാവുകയാണ്. അതേ തുടർന്ന് എഫേസോസുകാരുടെ പുസ്തകത്തിൽ നിന്ന് നമുക്ക് പഠിക്കാനുള്ള 6 അധ്യായങ്ങളുടെ വീഡിയോയും ചെയ്യുകയാണ്. ജൂൺ മാസം 15-ാം തീയതിക്കുള്ളിൽ 2025 ലോഗോസിന് പഠിക്കാനുള്ള അധ്യായങ്ങളിൽ നിന്നുള്ള പ്രാഥമിക റൗണ്ട് ചോദ്യോത്തരങ്ങൾ ചെയ്തു കഴിയും. അതേ തുടർന്ന് സമാന വാക്യങ്ങൾ, പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ, ചോദിക്കാൻ സാധ്യതയുള്ള വാക്യങ്ങൾ, ആശയക്കുഴപ്പമുണ്ടാക്കുന്ന ചോദ്യങ്ങൾ തുടങ്ങിയവ ചെയ്യുന്നതായിരിക്കും. നമ്മുടെ പഠന സഹായി പുസ്തകം ലഭ്യമാണ്. പുസ്തകം ആവശ്യമുള്ളവർ എത്രയും വേഗം പേയ്മെന്റ് അടച്ചതിനു ശേഷം നിങ്ങളുടെ അഡ്രസ് കൂടി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ അയച്ചു തരിക. കേരളത്തിനുള്ളിലുള്ളവർ പോസ്റ്റൽ ചാർജ് ഉൾപ്പെടെ 250 രൂപയാണ് അയക്കേണ്ടത്. കേരളത്തിന് പുറത്തുള്ളവർ 300 രൂപയും. 5 പുസ്തകം ഒന്നിച്ച് ഓർഡർ ചെയ്യുന്നവർക്ക് 1 പുസ്തകം സൗജന്യമായി നൽകുന്നതായിരിക്കും. പരമാവധി ആളുകൾക്ക് ഈ പുസ്തകത്തിന്റെ വിവരം നൽകുക. ആർക്കെങ്കിലുമൊക്കെ പഠിക്കാൻ പുസ്തകം വാങ്ങി നൽകാൻ കഴിയുന്നവർ അതുകൂടി ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. എല്ലാവിധമായ നന്മകളും അനുഗ്രഹങ്ങളും എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.